നമസ്കാരം. ശത്രുവിന്റെ ഭൂഗർഭ കോട്ടകൾ, രഹസ്യ താവളങ്ങൾ, ആണവായുധ ശേഖരങ്ങൾ ഇവയെല്ലാം ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചിരിക്കുമ്പോൾ അവയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം ഇന്ത്യയുടെ പ്രതിരോധ ശാസ്ത്രജ്ഞർ അക്ഷരാർത്ഥത്തിൽ പാതാളത്തിലും തുളച്ചുകയറി ശത്രുവിനെ വകവരുത്താൻ ശേഷിയുള്ള ഒരു വജ്രായുധം വികസിപ്പിച്ചിരിക്കുന്നു. അതാണ് അഗ്നി 5 ബങ്കർ ബസ്റ്റർ മിസൈൽ. ഭാരതത്തിന്റെ അഭിമാനമായ അഗ്നി 5 ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിന്റെ ഏറ്റവും പുതിയ മാരകശേഷിയുള്ള പതിപ്പാണ് ഇപ്പോൾ ലോകശ്രദ്ധ നേടുന്നത്. സാധാരണ മിസൈലുകൾക്ക് സങ്കീർണമായ കോൺക്രീറ്റ് ബങ്കറുകളെ തകർക്കാൻ കഴിയില്ല. അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO ഒരു അതിശക്തമായ പോർമുന അഗ്നി 5 ഘടിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഈ ബങ്കർ ബസ്റ്റർ സാങ്കേതിക വിദ്യയിലുള്ള പോർമുനയുടെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഒരു സാധാരണ ബോംബ് ഒരു കെട്ടിടത്തിലേക്ക് പതിക്കുമ്പോൾ ഉപരിതലത്തിൽ മാത്രം നാശനഷ്ടമുണ്ടാകുന്നു. എന്നാൽ ബങ്കർ ബസ്റ്റർ ബോംബുകളോ മിസൈലുകളോ 80 മുതൽ 100 മീറ്റർ വരെ ആഴത്തിൽ ഭൂമിയിലേക്ക് തുളച്ചു കയറാൻ ശേഷിയുള്ളവയാണ്. കോൺക്രീറ്റിന്റെ കട്ടിയേറിയ പാളികൾക്കിടയിലൂടെ അവ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് എത്തി ഏറ്റവും ആഴത്തിലുള്ള ബങ്കറുകൾ പോലും പൊട്ടിത്തെറിച്ച് നശിപ്പിക്കുന്നു. ഇത് ശത്രുക്കളുടെ കമാൻഡ് സെന്ററുകൾ, ആണവായുധ സംഭരണികൾ, മറ്റ് തന്ത്രപരമായ കേന്ദ്രങ്ങൾ എന്നിവയെ പൂർണ്ണമായി തകർക്കാൻ പര്യാപ്തമാണ്. അമേരിക്ക ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഭീമൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ഇന്ത്യ മിസൈലുകൾ ഉപയോഗിച്ച് ഈ ശേഷി കൈവരിക്കുന്നത് ഒരു വലിയ മുന്നേറ്റമാണ്. ഇത് കൂടുതൽ ചെലവ് കുറഞ്ഞതും വേഗമേറിയതും ശത്രുക്കൾക്ക് പ്രതിരോധിക്കാൻ പ്രയാസമുള്ളതുമായ ഒരു മാർഗമാണ്. പുതിയ അഗ്നി 5 മിസൈലിന് 2 പ്രധാന വകഭേദങ്ങളാണ് DRDO വികസിപ്പിക്കുന്നത്. ഒന്ന്, ഭൂമിക്കടിയിലുള്ള ലക്ഷ്യങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ബങ്കർ ബസ്റ്റർ പതിപ്പ്. മറ്റൊന്ന്, ഉപരിതലത്തിലെ ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള എയർബെസ്റ്റ് പോർമുനയുള്ള മിസൈൽ. ഇത് ഇന്ത്യൻ സൈന്യത്തിന് ഏത് സാഹചര്യത്തിലും അനുയോജ്യമായ ആയുധം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. ബങ്കർ ബസ്റ്റർ ശേഷി കൈവരിക്കുന്നതോടെ ഭാരതത്തിന്റെ ശത്രു അയൽ രാജ്യങ്ങളായ ചൈനയുടെയും പാകിസ്ഥാന്റെയും തന്ത്രപരമായ സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഈ പുതിയ ശേഷി ഇന്ത്യയെ സഹായിക്കും. അവരുടെ രഹസ്യ ഭൂഗർഭ കേന്ദ്രങ്ങളും ആയുധശാലകളും ഇനി ഇന്ത്യയുടെ മിസൈൽ പരിധിയിൽ നിന്ന് സുരക്ഷിതമല്ല. ഇത് മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. കൂടാതെ ഈ പുതിയ അഗ്നി 5 പതിപ്പ് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ അഥവാ MIRV സാങ്കേതിക വിദ്യയോടുകൂടിയാണ് വരുന്നത്. അതായത് ഒരൊറ്റ മിസൈലിന് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും. ഒരു മിസൈൽ വിക്ഷേപിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് പല ഭാഗങ്ങളായി വേർപെട്ട് പല സ്ഥലങ്ങളിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇതിന് സാധിക്കും. ഇത് ശത്രുരാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനും വലിയ നാശനഷ്ടങ്ങൾ വരുത്താനും സഹായിക്കും. മാത്രമല്ല, ഈ മിസൈലുകൾ മണിക്കൂറിൽ മാക് 8 മുകളിൽ വേഗതയിൽ പറക്കാൻ കഴിയുന്ന ഹൈപ്പർസോണിക് ശേഷിയുള്ളവയാണ്. ശബ്ദത്തിന്റെ വേഗതയുടെ 8 മടങ്ങിന് മുകളിൽ പറക്കുന്ന ഈ മിസൈലുകളെ തടയാൻ നിലവിലെ ഒരു പ്രതിരോധ സംവിധാനങ്ങൾക്കും എളുപ്പത്തിൽ കഴിയില്ല. ഇത് ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഒരു പുതിയ അധ്യായമാണ്. അഗ്നി 5 ബങ്കർ ബസ്റ്റർ മിസൈൽ ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയുടെയും ആധുനികവൽക്കരണത്തിന്റെയും പ്രതീകമാണ്. ഇത് ശത്രുക്കൾക്ക് ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നു. നമ്മളെ ആക്രമിക്കാൻ വരുന്നവർക്ക് ഇനി ഒളിക്കാൻ ഭൂമിക്കടിയിൽ പോലും ഒരു സുരക്ഷിത താവളമില്ല.